ഈ ദേശത്ത് വന്ന് പാർക്കുവാൻ ദൈവം കൃപ നൽകി. അബ്രഹാം പറഞ്ഞതുപോലെ ഞാനിവിടെ വന്ന് പാർക്കുന്നവനും പരിദേശിക്കുമാ. ദൈവത്തിൻ്റെ മഹത്വം. ഈ വീടുമെല്ലാം കാട് പിടിച്ച് കിടന്നതാണ്. ഈ സ്ഥലമെല്ലാം കാട് പിടിക്കാൻ ഒരു വീടുണ്ടെന്ന് പോലും ചിലർക്ക് അറിയത്തില്ലെന്ന് എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. അതെല്ലാം അതിൻ്റെ ചുമതലപ്പെട്ട അനുവാദത്തോടെ അതെല്ലാം ക്രമപ്പെടുത്തി ക്ലീനാക്കി ഇത് എല്ലാം തേച്ച് മിനുക്കി എന്ന് പറഞ്ഞാൽ പെയിൻറ്റും എല്ലാം അടിച്ച് ഇവിടെ ഫാനോ ലൈറ്റോ യാതൊരു സാധ്യത ഒന്നുമില്ലായിരുന്നു. അതെല്ലാം മേടിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ടിട്ടു. ഈ മതിനെല്ലാം വെള്ള പെയിൻ്റ് അടിച്ച് ഒരു ദൈവദാസൻ താമസിക്കുകയല്ലേ, തെറ്റിപ്പോകരുത്, അതിന് വാക്യം എഴുതി വെച്ചു. അത് അവരുടെ അനുവാദത്തോടാണ്. ദൈവത്തിൻ്റെ മഹത്വം. അങ്ങനെ എല്ലാം ക്രമപ്പെടുത്തി ഈ ദിവസങ്ങളിൽ പറമ്പും പുരയിടവും എല്ലാം വൃത്തിയാക്കി അനേകർ ഇതിലേ പോകുമ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുകയും ചെയ്യും, ചിലർ കയറുകയും ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം. ഒരു ദൈവമക്കൾ പാർക്കുന്ന ഇടം അറിയണം. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഓർത്തോണം, നമ്മൾ വന്ന് പാർക്കുന്നവരും പരിദേശിക്കണം. എപ്പോൾ വേണേലും പോകാം. ഞാനും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. സ്തോത്രം. എന്നോട് ഒരാൾ പറഞ്ഞു, നമ്മളെവിടെയെങ്കിലും പാർക്കുന്നിടത്ത് കൂടുതൽ വെട്ടുകയും തെളിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചോദിച്ചു അതിനാന്ന് ചോദിച്ചവൻ പറഞ്ഞു, കണ്ടമാനം തെളിച്ചാൽ പിന്നെ നമ്മളധികം അവിടെ നിൽക്കേണ്ടി വരികയില്ലെന്ന് ഒരാൾ എന്നോട് പറഞ്ഞതാണ്. കർത്താവിന് മഹത്വം. എന്നാലും നമ്മൾ പാർക്കുന്നിടമെല്ലാം ക്ലീൻ ആയിരിക്കണം. ഞാൻ പറയാറുണ്ട്, ഈ അബ്രഹാമിൻ്റെ വീട്ടിൽ 3 ദൂതന്മാർ വന്നു. അവരെ എവിടെ ഇരുത്തിയത്? ബെഡ്റൂമിലും അല്ല, വിസിറ്റ് റൂമിലും അല്ല, സിറ്റ് ഔട്ട് വല്ലോ അല്ല, കാർ പോർച്ചിലും അല്ല. എവിടെ ഇരുത്തിയത്? വൃക്ഷത്തിന് ചുവട്ടില്ല. അപ്പം എൻ്റെ ഒരു ചിന്തയാ, ചിലപ്പോൾ തെറ്റോ ശരിയോ, ആ വൃക്ഷവും ചുവടും എല്ലാം വൃത്തിയായിരിക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വീടും പരിസരമെല്ലാം വൃത്തി. അതുകൊണ്ടാണെന്നില്ല വൃക്ഷത്തിൻ്റെ ചുവട്ടിലോട്ട് ഇരുത്തിയത്. അപ്പോൾ നമ്മൾ പാർക്കുന്ന സ്ഥലം അത് വാടകയ്ക്കാന്നേലും വാടക കൊടുക്കണ്ടേലും ആമേൻ, ഇനിയും ഫ്രീ ആയിട്ട് നമ്മളെ താമസിപ്പിക്കുകയാന്നേലും മറ്റൊരു കുടുംബത്തോട് കൂടെ നമ്മൾ താമസിക്കുകയാന്നേലും ഒരു ഫെയ്ത്ത് ഹോമിൽ എവിടെ ആന്നേലും വൃത്തിയായിരിക്കണം. ചിലക്ക് അങ്ങനത്തെ ഒരു കേസേ ഇല്ല. സ്തോത്രം. നമുക്ക് വെള്ളം കുടിക്കാൻ പോലും ചിലയിടത്ത് എന്നാൽ തോന്നുകയില്ല. ദൈവത്തിൻ്റെ മഹത്വം. അവരും ജീവിക്കുക. ദൈവത്തിന് കാടിനകത്ത് നിന്ന് വരുന്നത് പോലെ വരുന്ന ചിലർ. എന്നാൽ ദൈവമക്കളോട് പറയട്ടെ, നമ്മളെവിടെ പാർത്താലും നാട്ടുകാരും ദേശക്കാരും അറിയണം ഇതൊരു ദൈവ പൈതലാണ്. സ്തോത്രം. ദൈവം അതിന് എല്ലാവർക്കും കൃപ നൽകട്ടെ. എന്നാലും ഞാൻ ഒരു ചെറിയ ഭാരത്തോടൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്നത്. 3-4 ദിവസമായിട്ട് ഒരു അല്പം ഭാരമൊക്കെ ഉണ്ട്. അത് പൊതുവിൽ ഇപ്പം പറയുന്നില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കും, എന്തുവാ ഭാരം? അത് കർത്താവിൻ്റെ വചനം, നിൻ്റെ ഭാരം നിങ്ങളുടെ മേ വെക്കാനല്ല, യഹോവ. അപ്പം ഞാൻ ഇന്നലെയും രാവിലെയും വെളുപ്പിനെയൊക്കെ ഇതിനിങ്ങനെ ജാഗരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇനി ചെല്ലൊക്കെ ഒരു ചിന്ത, എന്തുവാ പാസ്റ്റർക്ക് ഇതിന് വേണ്ട ഭാരം? സ്തോത്രം. പണ്ടൊരു അമ്മ എന്നോട് പറഞ്ഞ്, എന്നാ ഭാരപ്പെടാനാ, രാവിലെ കുളിയും കഴിഞ്ഞ് വേദവസ്ഥയായിട്ട് നടന്നാൽ പോരെ, ഒന്നും ഭാരപ്പെടേണ്ട കാര്യവും ഇല്ലെന്ന് ആ തള്ള എന്നോട് പറഞ്ഞതാ. ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം. എന്നാൽ ഒരു കാര്യം പ്രിയ കൊച്ചോൻ പാസ്റ്റർ ഓർപ്പിച്ച പോലെ, നമ്മെ പുലർത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തന്. ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ഹിതമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അപ്പോൾ ചിലർക്ക് ഒരു ചിന്തയുണ്ട്, എന്തുവാ ഈ ഭാരം? അത് ഇപ്പോൾ പൊതുവെ പറയുന്നില്ല. അത്യാവശ്യം അത് കേൾക്കാതെ ഉറക്കം വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. എന്നാലും വേണ്ട, പറയത്തില്ല. നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വന്ന വേദഭാഗം ദൈവത്തിന് മഹത്വം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യവും അതുപോലെ തന്നെ 78-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യവുമാണ്. ആ 2 വാക്യങ്ങളും നമുക്ക് പരിചിതമാണ്. ആ വാക്യഭാഗത്തേക്ക് വന്നിട്ടില്ല. മുഖവരിയായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് വരികയാണ്. ദൈവത്തിൻ്റെ മഹത്വം. ഇന്നലെ പകല് ജിനുവിൻ്റെ വീട്ടിലെ പ്രാർത്ഥനയിലും ആ കാര്യങ്ങൾ ചുരുക്കമായിട്ട് നമ്മൾ സൂചിപ്പിച്ച് ചിന്തിച്ചു വരികയാണ്. കർത്താവിൻ്റെ മഹത്വം. 2 ഗോത്രങ്ങൾ നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ എബ്രയീം യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ഒരു ഗോത്രം പിന്തിരിഞ്ഞു, ഒരു ഗോത്രം പോർക്കളത്തിൽ നിൽക്കുകയാണ്. ആ ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. അതിൽ യാക്കോബിൻ്റെ പുത്രന്മാരായിരുന്നു ഈ ഗോത്രപിതാക്കന്മാരെല്ലാം, രൂബേൻ മുതൽ ബെന്യാമീൻ വരെ. അതിൽ യോസേപ്പ് വരെ കനാന് വെളിയിൽ ജനിച്ച പിള്ളേരാണ്. എന്നാൽ കനാൻ നാട്ടിൽ ജനിച്ചത് ബെന്യാമീൻ മാത്രമേ ഉള്ളൂ. എബ്രാത്തിലെത്താൻ അല്പദൂരമുള്ള ഉൽപ്പത്തി 35. അതിനുശേഷമായിട്ട് ഈ എബ്രഹീമിനെ പറ്റി പഠിക്കുമ്പോൾ ബെന്യാമീൻ ജനിച്ചത് എബ്രാത്തിലെത്താൻ അല്പദൂരമുള്ളപ്പോൾ. എബ്രഹീം ജനിക്കുന്നത്, യോസേപ്പിന് ജനിക്കുന്നത് മിസ്രയീമിൽ വെച്ച. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ഭാഗത്തേക്കാണ് വരുന്നത്.
അപ്പോൾ ഇന്നലെ പകൽ ചിന്തിച്ചല്ലോ, ഓരോ അധ്യായങ്ങളും ഓടിച്ച് പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, സൃഷ്ടിവൃത്തം 2-ാം അധ്യായം, ഏദൻ തോട്ടവും പറദീസായും കാര്യങ്ങളൊക്കെ നദി ഒഴുകുന്നതിനെ പറ്റി കാണുന്നു. 3-ാം അധ്യായത്തിൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് പാപം ചെയ്തു. 4-ാം അധ്യായത്തിൽ കയ്യൻ ഹാബേലിനെ കൊന്നു. 5-ാം അധ്യായത്തിൽ ആദ്യ പിതാക്കന്മാർ മരിച്ച പട്ടികയാണ്. 6-ാം അധ്യായം പഠിക്കുമ്പോൾ നോഹയ്ക്ക് കൃപ ലഭിച്ചു, ദൈവത്തോട് കൂടെ നടന്നു. 7-ാം അധ്യായത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് നിർദ്ദേശം കൊടുത്തു, അതിനെ പെട്ടകം പണിയണം. 8-ാം അധ്യായത്തിൽ പെട്ടകം പണിതതിനകത്ത് പ്രവേശിക്കുന്നു. 9-ാം അധ്യായത്തിൽ നോഹയും കുടുംബവും വെളിയിലിറങ്ങുന്നു. 10-ാം അധ്യായത്തിൽ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 11-ാം അധ്യായം ബാബേൽ ഗോപുരം അവർ പണിയുന്നു. 12-ാം അധ്യായം അബ്രഹാമിൻ്റെ പുറപ്പാട്. 13-ാം അധ്യായം ഇവർ തെക്കേദേശത്ത് വന്നത്. 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായം. 15-ാം അധ്യായം ഏകപക്ഷീയമായ ഉടമ്പടി. 16-ാം അധ്യായം ഹാഗറിൻ്റെ അടുക്കൽ അബ്രഹാം ചൊല്ലുന്നു, ഇശ്മായേൽ ജനിക്കുന്നു. 17-ാം അധ്യായത്തിൽ നിത്യനിയമം യഹൂദനോട് ബന്ധപ്പെട്ട് പരിച്ഛേദനയുടെ പ്രമാണം കൊടുക്കുന്നു. 18-ാം അധ്യായത്തിൽ മമ്മറയുടെ തോപ്പിലെത്തുന്നു. 19-ാം അധ്യായം സോദോം നടക്കുന്നു. 20-ാം അധ്യായം കാദേശനും സൂര്യനും മധ്യ അബ്രഹാം എന്ന് കുടിയിരിക്കുന്നു. 21-ാം അധ്യായം ഹാഗാറിൻ്റെ ഓടിപ്പോക്ക്. 22-ാം അധ്യായം ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നു. 23-ാം അധ്യായം സാറായിയുടെ മരണം. 24-ാം അധ്യായം ഇസഹാക്കിൻ്റെ കല്യാണം. 25-ാം അധ്യായം അബ്രഹാമിൻ്റെ സഹധർമ്മിണിമാരായ കെതൂറ, ദാസി തലമുറകളുടെ ചരിത്രം കാണുന്നു. 26-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസഹാക്കിൻ്റെ തലമുറകളും ഇസഹാക്കിൻ്റെ മരണം. 27-ാം അധ്യായത്തിൽ ഇസഹാക്ക് വൃദ്ധനായി ഭക്ഷണം കഴിക്കുന്നതും പിള്ളേരെ അനുഗ്രഹിക്കുന്ന പക്ഷേക്കും. 28-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ ഓടിപ്പോക്ക്. 29-ാം അധ്യായത്തിൽ തലമുറകൾ യാക്കോബിന് ജനിക്കുന്നു. ലാബാന്റെ വീട്ടിലെ വിഷയങ്ങളും തലമുറകൾ 29-ന്റെ 31 മുതലും 30-ാം അധ്യായത്തിൻ്റെ 24 മുതലേ 11 മക്കൾ ജനിക്കുന്നു. 31-ാം അധ്യായത്തിൽ ഓടിപ്പോക്ക്. 32-ാം അധ്യായത്തിൽ യാബോക്ക് കടവിനിടക്ക് വരുന്നു. 33-ാം അധ്യായത്തിൽ സ്കോത്തിൽ വന്ന് പാർക്കുന്നു. 34-ാം അധ്യായത്തിൽ ദീനാചരിതം. 35-ാം അധ്യായത്തിൽ റാഹേൽ മരിക്കുന്നു, ബെന്യാമീൻ ജനിക്കുന്നു. 36-ാം അധ്യായത്തിൽ ഏദോമിൻ്റെ വംശപാരമ്പര്യം, ഏശാവിൻ്റെ വംശപാരമ്പര്യം. 37-ാം അധ്യായത്തിൽ യോസേപ്പിൻ്റെ ചരിത്രം. അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. അപ്പോൾ ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അടുക്കടുക്കായിട്ട് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 37-ാം അധ്യായത്തിൽ യോസേപ്പിൻ്റെ ചരിത്രം ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ. യോസേപ്പിനെ പറ്റി വായിക്കുന്നത് യോസേപ്പ് ഫലപ്രദമായ വൃക്ഷം. യോസേപ്പിൻ്റെ അപ്പനാകുന്ന യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് ഗോത്രങ്ങളെയെല്ലാം ഭാവികാനെ സംബന്ധിച്ച് അനുഗ്രഹ വചസ്സ് പറയുന്ന കൂട്ടത്തിൽ യോസേപ്പിനെ പരാമർശിക്കുന്നതാണ് 49-22. അപ്പൊ ശ്രദ്ധിക്കുക, യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ്, നല്ല ഫലം കൊടുക്കുന്ന വൃക്ഷം. നമ്മൾ ഇന്നലെ പകൽ ചിന്തിച്ചതാ. അപ്പൊ ഇന്നലെ ലൈവ് ഇല്ലായിരുന്നു. അപ്പൊ അതില് 1-2 പേര് പറഞ്ഞു, അയ്യോ ഇന്നലെ പകൽ ആ തുടർമാനം പറഞ്ഞു വരികയായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തത്. തുടർമാനം പറഞ്ഞു വരികയായിരുന്നല്ലോ, അത് ഞങ്ങൾക്കൊന്ന് കേൾക്കണമായിരുന്നു. അതെല്ലാം ഇപ്പോൾ പറയാൻ ഒക്കത്തില്ല, കാരണം ഇവരെല്ലാവരും ഇതെല്ലാം കേട്ടവരാ. അപ്പോൾ ഇവർ ചിന്തിക്കും, ഇന്ന് വരേണ്ട കാര്യം ഇല്ലായിരുന്നു, ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ പുള്ളി പറഞ്ഞത്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ല, എന്നും ഒരു കാര്യം തന്നെ ഈ പറയുന്നത്, കാരണം എല്ലാം ഈ തിരുവചനത്തിൽ നിന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അവരുടെ അറിവിനെ ഓടിച്ചൊന്ന് പോകുകയാണ്. അപ്പോൾ ഈ 37-ാം അധ്യായത്തിൽ യോസേപ്പിൻ്റെ ചരിത്രമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ യാക്കോബ് മരിക്കുന്ന സമയത്ത്, മരണത്തിന് മുമ്പ് തലമുറകളെ ഭാവികാനെ സംബന്ധിച്ച് അനുഗ്രഹിച്ചു വരുന്ന കൂട്ടത്തിൽ പറയുക, യോസേപ്പ് ഫലപ്രദമായ വൃക്ഷം. യോസേപ്പ് ഫലപ്രദമായ വൃക്ഷം. അത് പുതിയ നിയമസഭയോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലം, അതിൽ ആദ്യത്തെ ഫലം എന്നതാണ് സ്നേഹം. ആത്മാവിൻ്റെ ഫലത്തിൽ ആദ്യത്തെ ഫലം സ്നേഹം. ആ സ്നേഹത്തിന് ധാരാളം വിശേഷതയുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗം ഇന്നലെ വായിപ്പിച്ചതാ. വായിച്ചേ യോടി. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ഈ ഫലം യോസേപ്പിലുണ്ടായിരുന്നു. ഏത് ഫലം? ഏത് സ്നേഹം? ദൈവസ്നേഹം. സ്തോത്രം. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത ദീർഘമായി ക്ഷമിക്കും. അതിന് ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ യോസേപ്പിൻ്റെ ആ വിശേഷത. യോസേപ്പിനോട് സഹോദരന്മാർ പ്രവർത്തിച്ച 9 കൂട്ടം കാര്യം ഞാൻ ഇന്നലെ പകല് പറഞ്ഞു. എന്തൊക്കെയാ?
പിന്നെ ഒന്ന്, അവനെ പകച്ചു. അപ്പൊ അപ്പനാകുന്ന യാക്കോബ് യോസേപ്പിനോട് പറഞ്ഞു, മോനെ, ജ്യേഷ്ഠന്മാരെല്ലാം ശേഖേമിൽ പോയി ആടുകളെ തീറ്റാൻ. മൊബൈലോ വാട്സപ്പോ ഒന്നും ഇല്ലാത്ത കാലമാണ്, അതുകൊണ്ട് ഒരു വിവരവും ഇല്ല. പിള്ളേര് പറഞ്ഞ കണ്ടു. അപ്പൊ അതുകൊണ്ട് അപ്പം പറഞ്ഞു, ചേട്ടന്മാര് പോയിട്ട് യാതൊരു വിവരവും ഇല്ല. അപ്പൊ ഈ ചേട്ടന്മാരെന്ന് പറയുമ്പോൾ തന്നെ ഇവര് ഒരല്പം ഇടങ്കേട് പിടിച്ചവരായി ചേട്ടന്മാര്. ദൈവത്തിന്റെ മഹത്വം. ഇവര് പോയിട്ട് യാതൊരു വിവരവുമില്ല. ആ കഥ അങ്ങ് അടയ്ക്കാൻ പറ. അപ്പൊ ശ്രദ്ധിച്ചേ, ജ്യേഷ്ഠന്മാര് പോയിട്ട് ഒരു വിവരവും ഇല്ല. അപ്പൊ അപ്പം പറഞ്ഞു, ജ്യേഷ്ഠന്മാര് പോയി യാതൊരു വിവരവും ഇല്ല, നീ ജ്യേഷ്ഠന്മാരുടെ ക്ഷേമം അറിയണം. ചേട്ടന്മാരാരാ? നല്ല പറ്റിയ പുള്ളിക്കാരാ. 37 ഇന്നലെ പറഞ്ഞതാ, ഇന്നലെ അറിവ്, അത് അറിയാത്തവരുടെ അറിവിനാ. ഒന്ന്, അവനെ പകച്ചു. ആ 4-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തിന്റെ ആദ്യത്തെ ഭാഗം, സഹോദരന്മാർ കണ്ടിട്ട് അവനെ. അപ്പൊ ചേട്ടന്മാരുടെ പ്രകൃതി ഒന്ന്, യോസേപ്പിനെ പകച്ചു. പകച്ചവരുടെ ക്ഷേമം അറിയാനാ യോസേപ്പ് പോകുന്നത്. നമ്മളാന്നേലോ. ഒന്ന്, പകച്ചു. 2, അടുത്ത പാദത്തിലുണ്ട്, സമാധാനമായി സംസാരിപ്പാൻ അവർക്ക്. അപ്പൊ 2-ാമത്തെ കാര്യം, ചേട്ടന്മാർ യോസേപ്പിനോട് സമാധാനപരമായിട്ടൊന്നും, യോസേപ്പ് എന്നാ ചോദിച്ചാലും തറുതല പറഞ്ഞ് അവനെ ആക്ഷേപിക്കുക. സമാധാനപരമായിട്ട് സംസാരിക്കാത്ത ചേട്ടൻ, അവരുടെ ക്ഷേമം അറിയാനാ യോസേപ്പ് ബന്ധപ്പെട്ടു പോകുന്നത്. 3, 5-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ, അവർ അവനെ പിന്നെയും അധികം പകച്ചു. ആദ്യം കണ്ടു പകച്ചു, ഇപ്പൊ പറയാ അധികം പകച്ചു. അവരുടെ ക്ഷേമം അറിയാനാ യോസേപ്പ് പോകുന്നത്. അതാ നല്ല ഫലപ്രദമായ വൃക്ഷം. കാരണം അകത്ത് വ്യാപരിക്കുന്ന ദൈവസ്നേഹമാ. എന്തുവാ? ദീർഘമായി ക്ഷമിക്കുന്നു. അത് വ്യാപരിക്കുന്നത് കൊണ്ടാണ് ക്ഷേമം അറിയാൻ പോയത്. 4-ാമത്തത് 8-ാം വാക്യത്തിന്റെ ഒടുവിൽ, ദ്വേഷിച്ചു. കണ്ടോ? 1, പകച്ചു. 2, സമാധാനമായിട്ട് സംസാരിക്കുന്നില്ല. 3, അധികം പകച്ചു. ഇപ്പൊ ഇവര് ദ്വേഷിച്ചു. എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. 5-ാമത്തെ പോയിന്റ് 11-ാം വാക്യം വായിച്ചേ. 5, ഈ സഹോദരന്മാർക്ക് ഇവനോട് അസൂയ. ഇവരുടെ ക്ഷേമം അറിയാനാ പോകുന്നത്. നമ്മൾ വന്നേ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ആ വഴിക്ക് വള്ളം വെക്കുകയല്ല. ഞായറാഴ്ച വന്ന് നമ്മൾ തമ്പേർ അടിച്ച് പൊട്ടിക്കും, മേപ്പോട്ടും കീപ്പോട്ടും ചാടുകയും ചെയ്യും. കുടിക്കാൻ വെച്ച വെള്ളവും കുപ്പിയും തട്ടി ആത്മാവിൽ. നിങ്ങളാരും അനങ്ങാത്ത സ്തോത്രം. അപ്പോൾ 5, അവനോട് അസൂയ തോന്നി. ദൈവത്തിന് സ്തോത്രം. ഇനി 6-ാമത്തത് 18-ാം വാക്യം വായിച്ചേ. അയ്യോ, ദുരാലോചന ചെയ്തു. സ്തോത്രം. കൊല്ലാൻ നോക്കി, ദുരാലോചന ചെയ്തു. ഇവരുടെ ക്ഷേമം അറിയാനാ യോസേപ്പ് പോകുന്നത്. എന്തോ മനസ്സാ, എന്തോ ഹൃദയമാ, എന്തോ സമർപ്പണമാ. സ്തോത്രം. 7-ാമത് അവർ ചിന്തിച്ചു പറഞ്ഞു, അവനെ കുഴിയിലിടാൻ. 19-ാം വാക്യത്തിന്റെ ഒടുവിൽ, ഒരു കുഴിയിൽ ഇടാമെന്ന് പറഞ്ഞു. എങ്ങനുണ്ട്? കുഴിയിലിട്ടേക്കാൻ. ഇവരുടെ ക്ഷേമം അറിയാനാ യോസേപ്പ് പോയത്. 24-ാം വാക്യത്തിൽ അവരെ കുഴിയിലിടുകയും ചെയ്തു. 24 വായിച്ചേ. 24 എങ്ങനുണ്ട്? കുഴിയിലിടാന്ന് ഒന്നിച്ച് ആലോചിച്ചു. അടുത്ത് വന്നപ്പം നല്ല പറ്റിയ പൊന്നമോന്മാരാ. ആരാ? ചേട്ടന്മാര്. മൂത്ത ചേട്ടൻ ഡോക്ടർ റവറൻ രൂപേൻ. 2-ാമത്തെ ചേട്ടൻ റവറൻ ഷീമോൻ. 3-ാമത്തെ ചേട്ടൻ മോസ്റ്റ് റവറന്റ് ലേവി. നിതാന്ത വന്ധ്യ ദിവ്യ ലേവി. ഇവരെല്ലാം കൂടി ഈ കുരുക്കെല്ലാം ഒപ്പിച്ച് നിരപരാധിയെ പിടിച്ച് സ്തോത്രം കിണറ്റിൽ വിട്ടു, പൊട്ടക്കുഴിയിൽ. ഇനി 28-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, വലിച്ചു കയറ്റി വിറ്റു.
ഞാൻ എല്ലാ ഭാഗം എടുക്കുന്നില്ല, ഇതെല്ലാം വേറെ പുസ്തകത്തിലെ വാക്യങ്ങളാണ്. ഈ വിധത്തിലെല്ലാം ചേട്ടന്മാര് യോസേപ്പിനെ ഉപദ്രവിച്ചു, പകച്ചു, അധികം പകച്ചു, സമാധാനമായിട്ട് സംസാരിക്കത്തില്ല, അസൂയ തോന്നുന്നു, ദേഷിച്ചു, കൊല്ലാവെന്നൊന്ന് വെച്ച് പദ്ധതി ഇട്ടു. അടുത്ത് വന്നപ്പോൾ ദുരാലോചന കഴിച്ചു, പിടിച്ച് പൊട്ടക്കിണറ്റി ഇട്ടു, അത് കഴിഞ്ഞ് വലിച്ചു കയറ്റി വിറ്റു. എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ചെയ്തത്. എന്നിട്ടും യോസേപ്പിൻ്റെ ആ മനസ്സ് അപ്പം പറഞ്ഞു, ഒന്ന് ക്ഷേമം അടഞ്ഞേച്ച് വരാൻ. യോസേപ്പ് പറയാം, ഞാൻ പോകാം. ഇതാ സ്വർഗത്തിൽ നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതാ സ്വർഗത്തിൽ ആമേ സഭ കൂടിയപ്പോൾ നടന്നത്. ആര് പോകുമെന്ന് ചോദിച്ചു. നല്ല യോസേഫ് ആകുന്ന യേശു പറഞ്ഞു, ഞാൻ പോകാം, എന്നെ അയക്കേ. അയ്യോ, ഭൂമിയിലോട്ട് നോക്കിയപ്പോൾ ബോധിച്ച പോലെ നടക്കുന്നു, വ്യഭിചാരികൾ വർദ്ധിക്കുന്നു, കൊലപാതകവും തമ്മിത്തല്ലും, പിടിച്ചു പറി, അക്രമവും, അനീതി. അപ്പനെ കുത്തിക്കൊല്ലുന്നു, അമ്മയെ കുത്തിക്കൊല്ലുന്നു, മക്കളെ എടുത്ത് കിണറ്റിട്ടേച്ച് ഓട്ടോയിൽ കയറി വേറൊരുത്തൻ്റെ കൂടെ ഓടി. ഓട്ടോയിൽ പിന്നെ ഓടണ്ട, ഇതിന് കൊടുത്താൽ മതി എന്നാ തോന്നുന്നത്. ഓട്ടോ ഓടിച്ച് സ്പീഡിൽ പോവുക, സ്പീഡ് വിടാൻ പറ, ചവിട്ടി വിട്ടോളാൻ. സ്തോത്രം. അതിര് തർക്കം ഉണ്ടായിട്ട് സഹോദരനെ അടിച്ച് രണ്ടുപേരും പെന്തിക്കോസി. അവൻ IPCയുടെ സെക്രട്ടറി, ഇവൻ ചർച്ചോക്കോട്ടിലെ ട്രഷറർ. എന്തിനാ നിങ്ങൾ വഴക്കുണ്ടാക്കിയത്? അതിര് തർക്കം. നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ കഴിഞ്ഞ ആഴ്ച പാടിയ പാട്ട് ഏതാ? എൻ്റെ ദേശം ഇവിടെയല്ല, ഈ ലോകം ശാശ്വതമൽ. എന്നിട്ടാണ് അവനെ തുടുപ്പിനടിച്ച് താഴെ ഇട്ടത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അമ്മായിയമ്മ വീട്ടിൽ കയറ്റുകയല്ല, വെള്ളം കൊടുക്കുകയല്ല. സ്തോത്രം, സ്തോത്രം. മാതാപിതാക്കളെ സംരക്ഷിക്കത്തില്ല, അവരെ വൃദ്ധസദനത്തിലാക്കി. സ്തോത്രം. മിണ്ടുന്നില്ലല്ലോ ആരും. നിങ്ങളുടെ കാര്യം മാത്രമല്ല പറഞ്ഞ, ഈ ഓൺലൈനിൽ കുറേ ആൾക്കാരുണ്ട്, അവരിൽ ഗുണപ്പെടാത്ത ആരിലും ഉണ്ട്, അവർ കൂടെ ഉള്ളതാ. നിങ്ങൾ മൊത്തം ഇത് ഏറ്റെടുക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളത്. പിന്നെ ഞാൻ ഇന്നലെ അവിടെ തിരുവനന്തപുരത്ത് ബൊബേ സിസ്റ്റം പോലെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് പ്ലേറ്റിൽ അവിടെ ചിലപ്പോൾ ബീഫ് പുലത്തിയത് കാണും, ചിക്കൻ വറുത്തത് കാണും, പോർക്ക് കാണും. ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ട്, പോർക്കും ഒക്കെ കാണും, കാട ഫ്രൈ കാണും. ദീനവും തെണ്ണം ഉള്ളവർ ഇതാകും നോക്കിയാൽ അവർ ഇതെല്ലാം നോക്കി വെച്ച് പറയാം, പാവിക്കാത്ത പറഞ്ഞ എവിടാ സിസ്റ്ററെ. അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഐസ്ക്രീം തന്നെ പല പല രീതിയിൽ കാണും. സ്തോത്രം. നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ പോരെ, നമുക്ക് ആവശ്യമുള്ളത് പോരെ. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ അക്രമവും അനീതിയും വഞ്ചനയും എന്ന് വേണ്ട വല്ലാത്തൊരു കാലമാണ്. നാസിസം, പാസിസം, യത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. അപ്പൊ ഇതെല്ലാം ഇപ്പൊ ലോകത്ത് നടക്കുക. ദാക്ഷ്യക്കാരും നിഗളികളും ഭോഗപ്രിയരും ഇങ്ങനെ താന്തോന്നികളും തന്നിഷ്ടക്കാരും ദുർമാർഗ ജീവിതം നയിക്കുന്നവരും വഴിവിട്ട് നടക്കുന്നവരും കൽപ്പനാലംഘനത്തിലകപ്പെട്ടവരും എന്ന് വേണ്ട സകല വിധത്തിൽ പാപത്തിന്റെ പടുകുടി കിടക്കുന്ന മാനവജാതി. 36 ബോധിച്ച പോലെ നടക്കുന്നു. 34 സഹോദരനെ കൊല്ലുന്നു. 35 2 ഭാര്യയായിട്ട് നടക്കുന്നു. സ്തോത്രം. ബാക്കിയൊന്നും ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. ഇങ്ങനെ ക്രമം കെട്ടും വഴിപിഴച്ച് നടക്കുന്ന ആ മനുഷ്യവർഗത്തിനെ രക്ഷിക്കാൻ സ്വർഗത്തിൽ കൗൺസിൽ കൂടി വെച്ച് പറഞ്ഞു, ഇവരെ രക്ഷിക്കാൻ ആര് പോകും? അപ്പോൾ സ്വർഗത്തിന്റെ മണിമകുടമാകുന്ന യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോകാം, എന്നെ അയക്കൂ. അങ്ങനെ വന്നതുകൊണ്ട് എനിക്കും നിനക്കും ഇന്ന് രാത്രിയിൽ ആയുസോടെ ആരോഗ്യത്തിൽ ഇവിടെ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായത്. കർത്താവിന് മഹത്വം കൊടുക്കും, കർത്താവിന് മഹത്വം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. സ്വർഗസുഖമണുവളവും അനുഭവമാകാൻ, സ്വർഗസുഖമണുവളവും അനുഭവമാകാൻ, യോഗ്യതയില്ലഗതിയനി കൽപ്പവും ഓർഗിൽ, യോഗ്യതയില്ലഗതിയനി കൽപ്പവും ഓർഗിൽ. ഓ ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോകി
ഭാഗ്യവശാൽ പാപിയാ ഞാൻ രക്ഷിതനായി. പാപശിക്ഷകൾ പോക്കി, പാപശിക്ഷകൾ പോക്കി. മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം. ഓ മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം. മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം. മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം. മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം. സർവലോകത്തിൻ ശാപം, സർവലോകത്തിൻ ശാപം. വേദനപ്പെടും മനുജനായ അവതാരം, മനുജനായ വേദനപ്പെടും മനുജനാരം, മനുജൻ മേതുര മനോഹര നീ ചെയ്തതിൻ സാരം. മേതുര മനോഹര നീ ചെയ്തതിൻ സാരം. ആരറിയുന്ന അതിശയമേ നിന്നുപകാരം, തവ സ്നേഹമപാരം. ആരറിയുന്ന അതിശയമേ നിന്നുപകാരം, തവ സ്നേഹമപാരം, തവ സ്നേഹമപാരം. മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം. ഓ മകാത്ഭുതമേ കാണുന്ന സ്നേഹം. ലോകത്തിൻ പാപം. മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം. മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം. സർവലോകത്തിൻ ശാപം, സർവലോകത്തിൻ ശാപം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. ആ യോസേപ്പിന്റെ നല്ല മനസ്സ് അങ്ങനെ എഴുതിയേക്കുന്നത്. ഞാൻ പോകാന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചു. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? ആ അല്ല, നിന്റെ 14-ാം വാക്യം മുതൽ വെച്ചു. അവനോട് ആ അപ്പം പറയുക, നീ എന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ? ആ വസ്തുത അറിയിക്കണമെന്ന്. ആ ആ ആ അപ്പൊ അതിനു മുമ്പ് 13-ാം വാക്യത്തിന്റെ ഒടുവിൽ പറയാം ഞാൻ പോകാന്ന്. ആ ഞാൻ പോകാം. എന്ത് നല്ല മനസ്സാ. തന്നെ ദ്വേഷിച്ച്, തനിക്കെതിരെ ദുരാലോചന കഴിച്ച്, തന്നെ അധികം പകച്ച്, തന്നോട് അസൂയപ്പെട്ടിരിക്കുന്ന സഹോദരന്മാരുടെ ക്ഷേമം അറിയാൻ യോസേപ്പ് പറയാ ഞാൻ പോകാന്ന്. ഇങ്ങനെ ഒരു നല്ല യോസേപ്പ് നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ടാ ഞാനും നിങ്ങൾ ഇന്ന് രാത്രി ആയുസോട് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ നമുക്ക് ക്ഷമിച്ചാലെന്നാ? ചെല്ലു പറഞ്ഞ കേട്ടെ, എൻ്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ആ കാര്യം ഒഴിച്ച് എന്ത് വേണേലും പാസ്റ്റർ എന്നോട് പറഞ്ഞു. ഈ കാര്യം പറഞ്ഞ് ഇനി മേലി എൻ്റെ അടുക്ക. സ്തോത്രം. കർത്താവിൻ്റെ ആ മനസ്സൊന്നും ഓർക്ക്. എനിക്ക് ഈ വിഷയം പ്രസംഗിക്കാൻ നല്ല പ്രാഗൽഭ്യമാണ്. സ്തോത്രം. നല്ല നിങ്ങൾക്കും ചിലർക്ക് പ്രാഗൽഭ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. നിങ്ങളെ ദ്വേഷിക്കുന്ന, പകയ്ക്കുന്ന, നിങ്ങൾക്കെതിരെ ആക്ഷേപം പറയുന്ന, അപമാനം പറയുന്ന എൻ്റെ ഭാഷ കുരുക്കൊപ്പിക്കുന്നവരെ പകയ്ക്കരുത്, അവരെ സ്നേഹിച്ചോണം.
ഒക്കെ നിങ്ങൾക്ക് ഗുണവും ചെയ്തോണം. സ്തോത്രം. അങ്ങനെ ചെയ്താൽ നിനക്കൊരു ദോഷവും വരികയില്ല. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന്. എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ള അനേകം ദൈവദാസന്മാരും ദൈവമക്കളും ഉണ്ട്. പിന്നെ മൈക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. നിനക്കൊരു ദോഷവും വരികയില്ല. നീ പോകുന്നിടത്തും ഒരു ദോഷം വരികയില്ല. തിരുവചനം പഠിപ്പിക്കുന്നത് യഹോവ ഒരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കും. ദൈവത്തിന് മഹത്വം. ഈ തിന്മയെ തിന്മ കൊണ്ടല്ല, പിന്നെയോ ജിപിയങ്കാർ പാടുന്നൊരു പാട്ട് നമ്മൾ എപ്പോഴും പാടുന്നതാ, നല്ല പാട്ടാ. നന്മയാൽ തിന്മകളെ ജയിച്ചവൻ സൗമ്യനായി താഴ്ത്തി മരക്കുരിശതിൽ മരണം വരെ. നന്മയാൽ തിന്മകളെ ജയിച്ചവൻ സൗമ്യനായി താഴ്ത്തി മരക്കുരിശതിൽ മരണം വരെ. സ്വയമതിലില്ല ഭയമതിലില്ല, സ്വയമതിലില്ല ഭയമതിലില്ല. താതൻ തൻ ഗീതത്തെ തികപ്പതിന, താതൻ തൻ ഗീതത്തെ തികപ്പതിന. യേശുവേ ഞാൻ കണ്ടിടുന്നു, കൺമണി പോലെന്നെ കാക്കുന്നോൻ. കൃപയിൻ നിറവായി കരുണാമയനായി കാരുണ്യവാനായി രക്ഷകനായി. കൃപയിൻ നിറവായി കരുണാമയനായി കാരുണ്യവാനായി രക്ഷകനായി. ഒരുക്കി വിണ്ണിൽ വേഗം വരും തേജസ്സിൽ എന്നൂര ചെയ്തു പോയ എൻ പ്രാണനാഥൻ. പീഠം ഒരുക്കി വിണ്ണിൽ വേഗം വരും തേജസ്സിൽ എന്നൂര ചെയ്തു പോയ എൻ പ്രാണനാഥൻ. വാക്ക് മാറുകില്ല താമസിക്കുകില്ല, വാക്ക് മാറുകില്ല താമസിക്കുകില്ല. വാഗ്ദത്തം പോൽ വാനിൽ വെളിപ്പെടുമേ. യേശുവേ ഞാൻ കണ്ടിടുന്നു, കൺമണി പോലെന്നെ കാക്കുന്നോന. കൃപയിൻ നിറവായി കരുണാമയനായി കാരുണ്യവാനായി രക്ഷകനായി. കൃപയിൻ നിറവായി കരുണാമയനായി കാരുണ്യവാനായി. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പൊ ഈ വിധത്തിലെല്ലാം ഉപദ്രവിച്ച് തന്നെ ഒറ്റപ്പെടുത്തിയ സഹോദരന്മാരുടെ ക്ഷേമം അറിയുവാൻ യോസേപ്പ് പോയി. അതെ, 37 അധ്യായം യോസേപ്പിന്റെ ആ ചരിത്രങ്ങളാണ്. ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗം ഇങ്ങനെ വേദപുസ്തകം ധ്യാനിച്ചപ്പോഴേ എന്തെല്ലാം പ്രയാസങ്ങളിൽ കൂടി പോയി.